അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. വ്യാഴാഴ്ചയാണ് ഖുർആനിൻ്റെയും തദ്രീബ് തിലാവയുടെയും പരീക്ഷ, 3-ാം ക്ലാസ്സിനും 4-ാം ക്ലാസ്സിനൊക്കെ. അപ്പോൾ 3-ാം ക്ലാസ്സിൻ്റെ തദ്രീബ് തിലാവയുടെ റിവിഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാര്യമായിട്ടൊന്നും പഠിക്കാനില്ല. തദ്രീബ് തിലാവ 20 മാർക്കിനാണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക. എഴുത്ത് പരീക്ഷ ഉണ്ടാവും 20 മാർക്കിന്. പിന്നെ ഈ തദ്രീബ് തിലാവ എന്ന് പറയുന്ന കിതാബിൽ പഠിക്കുന്ന നിയമങ്ങൾ പാലിച്ചിട്ട് നിങ്ങൾ ഖുർആൻ ഓതുന്നുണ്ടോ നോക്കും, അതിന് 30 മാർക്കും. അങ്ങനെയാണ് തദ്രീബ് തിലാവിൻ്റെ പരീക്ഷ. അപ്പോൾ എഴുത്ത് പരീക്ഷ ആകെ 20 മാർക്കിന് ഉണ്ടാവുള്ളൂ. ചുരുങ്ങിയ എന്തെങ്കിലും അക്ഷരങ്ങൾ എഴുതാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പാഠം അൽ വഹദത്തുൽ ഊല. ഇതാ ഇവിടെ പഠിക്കാനുള്ള ഹുറൂഫു ഷഫത്തൈനി, ചുണ്ടിൻ്റെ അക്ഷരങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഷഫത്തൈനി, ഹുറൂഫു ഷഫത്തൈനി എഴുതുക എന്ന് പറയും, അല്ലെങ്കിൽ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ എഴുതുക എന്ന് പറയും. അപ്പം 4 അക്ഷരങ്ങളാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ഹുറൂഫു ഷഫത്തൈനി എത്രയാണ്? 4 ആണ്. ഏതൊക്കെയാണ്? വാവ്, ഫാ, മീമ്, ബാ. അപ്പോൾ ഇതിൻ്റെ മഖ്റജൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ശരിയായ രീതിയിൽ ഉച്ചാരണം ശരിയാക്കിയാൽ മതി. ഇത് എവിടെ നിന്ന് പുറപ്പെടുന്നു അങ്ങനെയൊക്കെ കഴിഞ്ഞ വർഷം പഠിക്കാണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഇത് അതിൻ്റെ ശരിയായ മഖ്റജ് എന്ത് ചെയ്യുക, അത് പുറപ്പെടേണ്ട സ്ഥാനത്ത് നിന്ന് നമ്മൾ ഉച്ചരിക്കുക. അപ്പോൾ ഹുറൂഫ് ഷഫത്തൈനി പഠിക്കാൻ ഒരു ഷോർട്ട് ഞാൻ പറഞ്ഞുതരാം. വബമഫ. വബമഫ എന്ന് പറഞ്ഞാൽ വാവ്, ബാ, മീമ്, ഫാ. അപ്പോൾ വബമഫ നിങ്ങൾ പഠിച്ചാൽ മതി. വബമഫ ആണ് ഹുറൂഫ് ഷഫത്തൈനി. ഏതാണ് അല്ലെങ്കിൽ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ ഏവാന്ന് ചോദിച്ചാൽ നിങ്ങൾ മനസ്സിൽ ഓർത്ത് വെക്കുക, വബമഫ, വബമഫ. അപ്പോൾ ആ വബമഫയിൽ 4 പെട്ടു, വാവ്, ബാ, മീമ്, ഫാ. അപ്പോൾ ഇവിടെ ഇത്ര പഠിക്കാനുള്ളത്. ഇനി ഇവിടെ ഈ വാവ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ചുണ്ടിൻ്റെ അക്ഷരമായി വാവ് വരണമെങ്കിൽ വാവിന് ഫതഹോ കസ്റോ ലമ്മോ ഉണ്ടാകുന്ന വാവേ എന്താകുള്ളൂ? ചുണ്ടിൻ്റെ അക്ഷരമായ വാവാകുള്ളൂ. ഇനി വാവ്, ഇനി നമ്മൾ അടുത്ത പാഠത്തിൽ വാവ് പഠിക്കുന്നുണ്ട്. അതെന്തിനാണ്? ആ വാവ് പിന്നെ അത് ഹുറൂഫുൽ ജൗഫാണ്, വായുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്നത്. അവിടെയും വാവ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ വാവുണ്ട് അല്ലേ? വാവിന് ഫതഹ്, അതുപോലെ കസ്റ്, അതുപോലെ ലമ്മ്, ഇവകളൊക്കെ വന്നാലാണ് എന്താവുക? അത് ചുണ്ടിൻ്റെ അക്ഷരമായി മാറുക. അപ്പൊ ഇതൊന്നും ഇല്ലാതെ വാവ് വരുമോ? വരും. ഞാൻ കാണിച്ചു തരാം ഉദാഹരണം. യമലൂന, യമലൂന. ഇവിടെ വാവുണ്ടോ? ഉണ്ട്. വാവിൻ്റെ മേലെ ഫതഹ് ഉണ്ടോ, കസ്റുണ്ടോ, ലമ്മുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ ഇതെന്തിനാ ഇവിടെ വന്നത്? ഈ ലാമിനെ നീട്ടാനാണ്. അപ്പോൾ ഈ വാവാണ് എന്ത്? ഹുറൂഫുൽ ജൗഫ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം. അപ്പോൾ ഇത് ഹുറൂഫു ഷഫത്താണോ? അല്ല, ചുണ്ടിൻ്റെ അക്ഷരമായ വാവ് അല്ല. മനസ്സിലായല്ലോ? അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. ഇതാ ഇവിടെ കണ്ടതോടെ ഹലു അ, ഖുലിക ഹലു അ. ഇവിടെ വാവുണ്ട്, പക്ഷെ ഈ വാവ് എന്തല്ല? ചുണ്ടിൻ്റെ അക്ഷരമായ വാവല്ല. ഫഅതറഫു ബിസാത ഫി ഉതുവ്വിൻ വനുഫൂർ. ഇവിടെ ഉണ്ട്, ഇവിടെ ചുണ്ടിൻ്റെ അക്ഷരമായ വാവുണ്ട് അല്ലേ? അപ്പോൾ ഇത് മനസ്സിലാക്കുക. ഇനി ഹിഫ്ള് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ഭാഗമാണ് എല്ലാ പാഠത്തിലും ഈ മഞ്ഞ ബോക്സ്. ഇത് ഹിഫ്ള് പരീക്ഷയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കണം. എന്താണ്? റബ്ബി സിദിനി ഇൽമ, റബ്ബി സിദിനി ഇൽമ. ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇങ്ങനെയും വരാം. എങ്ങനെ? റബ്ബി സിദിനി ഇൽമ എന്ന് തന്നിട്ട് ഇതിൽ നിന്നുള്ള ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ എഴുതുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ചുണ്ടിൻ്റെ അക്ഷരങ്ങൾ 4 പഠിച്ചിട്ടുണ്ട്. അതിൽ ഇത് ഏതാ ഉള്ളത്? ബ ഉണ്ട് അല്ലേ? അപ്പോൾ ബ ആണ് ഇതിൽ ചുണ്ടിൻ്റെ അക്ഷരം. അങ്ങനെ നിങ്ങളോട് എഴുതാനും പറയും. അപ്പോൾ ഇത് കാണാതെ പഠിക്കുകയും ചെയ്യാം. ഇനി നമ്മൾ രണ്ടാമത്തെ പാഠത്തിലേക്ക് പോവാണ്. ഹുറൂഫുൽ ജൗഫ്. ഹുറൂഫുൽ ജൗഫ് ഇതിന് 3 പേരുള്ളത്. ഹുറൂഫുൽ ജൗഫ്, ഹുറൂഫുൽ മദ്ദിയ, പിന്നെ വായുടെ ഉൾഭാഗത്തിൻ്റെ അക്ഷരങ്ങൾ. 3 പേര്. ഏതൊക്കെ? ഹുറൂഫുൽ ജൗഫ്, പിന്നെ ഹുറൂഫുൽ മദ്ദിയ, അതുപോലെ വായുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ. അതേതാണ്? അലിഫ്, വാവ്, യാ. ഇത് പഠിക്കാൻ ഒരു ഷോർട്ട് ഉണ്ട്. എന്താണെന്നറിയോ? ഞാൻ പറഞ്ഞുതരാം. ആ വി, ആവി, ആവി. അപ്പോൾ ആവി എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പെട്ടു? അലിഫ് പെട്ടു, വാവ് പെട്ടു, യാവ് പെട്ടു.
ആവി. ആവി എന്ന് പറഞ്ഞാൽ അലിഫ് വാവ് യാ. അപ്പൊ എന്താണ്, വായയുടെ ഉൾഭാഗത്ത് നിന്ന് വരുന്ന അക്ഷരങ്ങൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഹുറൂഫുൽ ജൗഫ് ഏതെല്ലാം, അല്ലെങ്കിൽ ഹുറൂഫുൽ മദ് ഏതെല്ലാം എന്നൊക്കെ ചോദിച്ചാൽ ഉത്തരം ഏതന്നെയാണ്, അലിഫ് വാവ് യാ. ഇവിടെ കണ്ടോ, ഊഹിയ, ഇവിടെ ഊനെ നീട്ടാനാണ്, അപ്പൊ ഇത് ഹുറൂഫുൽ ജൗഫാണ്. യഹ്ദി നീട്ടാനാണ്, ഇൻസാൻ നീട്ടാനാണ്, മുഅ്മിനൂന കണ്ടോ, പിന്നെ യുകദ്ദിബൂന, സമീഅന, ഇവിടൊക്കെ നീട്ടാനാണ് വന്നിട്ടുള്ളത്. അങ്ങനെ നീട്ടാൻ വന്ന വാവും അലിഫും യാവും അതാണ് എന്ത്, ഹുറൂഫുൽ ജൗഫ്. ഇനി നിങ്ങളിത് കാണാതെ പഠിക്കണം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അപ്പൊ ഇത് കാണാതെ പഠിക്കുക. ഇത് ഹിഫ്ള് പരീക്ഷക്കാണ് വരിക. പിന്നെ ഇനി തദ്രീബ് തിലാവന്റെ പരീക്ഷയ്ക്ക് വരികയാണെങ്കിൽ എങ്ങനെ വരിക, ഇത് നിങ്ങൾക്ക് തന്നിട്ട് ഇതിൽ നിന്ന് ഹുറൂഫുൽ ജൗഫും ഹുറൂഫ് ജൗഫ് അടയാളപ്പെടുത്തുക എന്നോ അല്ലെങ്കിൽ ഹുറൂഫ് ഷഫത്ത് അടയാളപ്പെടുത്തുക എന്ന് പറയും. അപ്പൊ ഹുറൂഫുൽ ജൗഫ് എന്ന് പറഞ്ഞാൽ ഏതാ നമ്മൾ പഠിച്ചു, അലിഫ് വാവുക. അപ്പൊ ഇതിൽ അലിഫ് ഉണ്ട്, അപ്പൊ ഈ അലിഫ്, പിന്നെ ഇവിടെ അലിഫ് ഉണ്ട് ആത്തിന, പിന്നെ ആത്തിന, പിന്നെ ഇവിടെ യാ ഉണ്ട് ഫി, പിന്നെ അലിഫ്. ഇങ്ങനെ എവിടെയാണോ അതുള്ളത് എന്ത് ചെയ്യുക, അതാണ് ഹുറൂഫുൽ ജൗഫ് അടയാളപ്പെടുത്തുക. ഇനി ഹുറൂഫുൽ ഷഫത്ത് അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ ഇവിടെ ദാ വാവ് കണ്ടോ, ഈ വാവ് എന്താണ്, ഹുറൂഫുൽ ഷഫത്താണ്. കാരണം എന്താ, വാവിന്റെ മേലെ ഫത്ത് വന്നു, ഫാ അല്ലേ, അങ്ങനെ കുറെ ഉണ്ട്. അപ്പൊ നിങ്ങളത് മനസ്സിലാക്കുക. അപ്പൊ ഈ പാഠം കഴിഞ്ഞ് നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ്. അടുത്ത പാഠം ഹുറൂഫുൽ ലിസാൻ. ഹുറൂഫുൽ ലിസാൻ എത്ര അക്ഷരം ഉണ്ട് ആദ്യം പഠിക്കുക. ഹുറൂഫുൽ ലിസാനാണ് നാവ്. നാവിന്റെ അക്ഷരങ്ങൾ 18. എത്രയാണ്, 18 അക്ഷരങ്ങളാണ് നാവിനുള്ളത്. ഇവിടെ പഠിക്കേണ്ടത് എന്താണ്, നാവിന്റെ അക്ഷരങ്ങൾ 18 നിങ്ങൾ കാണാതെ പഠിക്കണം. അതിന് ഞാൻ ഒരു എളുപ്പ വഴി പറഞ്ഞുതരാം. ജോഡിയാക്കി പഠിച്ചാൽ മതി. എങ്ങനെ ജോഡിയാക്കി പഠിക്കുക, സീന് ഷീന്, സ്വാദ് ലോദ്, തോ ലോ, പിന്നെ ദാല് ദാല്, റാ സായി, റാ സായി, പിന്നെ ഖാഫ് കാഫ്. അപ്പൊ ഇത് എത്ര ജോഡിയായി, 1 2 3 4 5 6 ജോഡി. 6 ജോഡി നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര അക്ഷരം ബൈഹാട്ടായി, 12 അക്ഷരം. ബാക്കി 6 അക്ഷരം കൂടി പഠിച്ചാൽ നിങ്ങൾ എന്തായി, ഹുറൂഫുൽ ലിസാന്റെ എല്ലാ അക്ഷരം പഠിച്ചു കഴിഞ്ഞു. ബാക്കി 6 അക്ഷരങ്ങൾ ഏതൊക്കെ, താ സാ നൂൻ. ഇത് ഒരേ ഫോണ്ടിലാണ് അല്ലെ, ഒരേ രൂപത്തിൽ എഴുതുക. ഇതിൽ 2 പുള്ളി, ഇതിൽ 3 പുള്ളി, ഇതിൽ 1 പുള്ളി, താ സാ നൂന്, അങ്ങനെ പഠിക്കുക. പിന്നെ ജീമ് ലാമ് യാ, ഇതാണ് പിന്നെ ജോഡിയാക്കാൻ പറ്റാത്തൊന്നുള്ളൂ. അപ്പൊ ഇത് ഫുള്ള് ജോഡി, പിന്നെ ഇതൊരു സെറ്റ്. അപ്പോൾ ഇങ്ങനെ ഹുറൂഫുൽ ലിസാന് നിങ്ങൾ നിർബന്ധമായും പഠിക്കണം. എന്താ സംഭവിച്ചാൽ ഒരു പക്ഷെ പരീക്ഷയ്ക്ക് നിങ്ങളോട് ഹുറൂഫുൽ ലിസാനിൽ നിന്ന് 4 അക്ഷരം എഴുതുക എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരും എന്താണ്, ഇതാ നിങ്ങൾക്കിപ്പോ ഇതിലേതെങ്കിലും ഒരു വാക്ക് തന്നിട്ട് അതിലെ ഹുറൂഫുൽ ലിസാന് താഴേക്ക് എടുത്തെഴുതുക എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് കിട്ടണം. നോക്കുക, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. ഇത് പരീക്ഷയ്ക്ക് വരും. എന്ത് പരീക്ഷയ്ക്ക്, ഹിഫ്ള് പരീക്ഷയ്ക്ക് വരും. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. ഇതിൽ നിന്ന് ഹുറൂഫുൽ ലിസാൻ എഴുതാൻ പറഞ്ഞാൽ ഇതാ റാ ഉണ്ട്, ഹുറൂഫുൽ ലിസാനാണ് അല്ലേ. പിന്നെ നാ ഉണ്ട്, ഹുറൂഫുൽ ലിസാനാണ്. താ ഉണ്ട്, കാ ഉണ്ട്. അങ്ങനെ ഓരോന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അത് മനസ്സിലായല്ലോ. ഇനി ഹുറൂഫുൽ ലിസാന്റെ 2ാം പാർട്ട്, ലാസ്റ്റ് പാഠം. അത് ഈ അക്ഷരങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ പഠിക്കാനുള്ളത് എന്താണ്, ഇതാണ് പഠിക്കാനുള്ളത്. ഏത്, ഇതാ തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. തവഫനി മുസ്ലിം, ഇത് കാണാതെ പഠിക്കണം. തവഫനി മുസ്ലിമൻ വൽഹിഖ്നി ബിസ്സാലിഹീൻ. പിന്നെ ഇവിടെ ഇനി ഈ പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് തന്നിട്ട് നിങ്ങളോട് ഹുറൂഫുൽ ലിസാൻ അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ അല്ലെങ്കിൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തണം. താ ഹുറൂഫുൽ ലിസാനാണ്. വാവോ, ഇവിടെ വാ ഉണ്ട്. പക്ഷെ ഇത് ഹുറൂഫുൽ ജൗഫാണോ ഹുറൂഫുൽ ഷഫത്താണോ? ഹുറൂഫുൽ ഷഫത്താണ്. എന്താണ്, വാവിന് ഫത്തഹ് ഉണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാതൊക്കെ. അപ്പോൾ നിങ്ങൾ ഇത്രേ പഠിക്കേണ്ടതുള്ളൂ. എല്ലാ പാഠത്തിലെയും ഈ മഞ്ഞപ്പെട്ടിയിലുള്ളത് കാണാതെ പഠിക്കുക. അത് ഹിഫ്ള് പരീക്ഷയ്ക്ക് ഉണ്ടാവും. പിന്നെ ഹുറൂഫുൽ ജൗഫ് ഏതെല്ലാം, ഹുറൂഫുൽ ലിസാൻ ഏതെല്ലാം, ഹുറൂഫുൽ ഷഫത്ത് ഏതെല്ലാം, പിന്നെ ഇവകളുടെ എണ്ണം. ഹുറൂഫുൽ ലിസാൻ 18, ഹുറൂഫുൽ ജൗഫ് 3, പിന്നെ ഹുറൂഫുൽ ഷഫത്തൈനി 4. ഇങ്ങനെ അതിൻ്റെ എണ്ണവും അക്ഷരങ്ങൾ ഏതെല്ലാം എന്നും പഠിച്ചു വെക്കുക. ഇനി ഒരു ഖുർആൻ ആയത്തിൽ ഒരു വാക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ ഏതെല്ലാം അക്ഷരമുണ്ട്, ഹുറൂഫുൽ ജൗഫ് ഉണ്ടോ ഹുറൂഫുൽ ഷഫത്ത് ഉണ്ടോ, ഇത് എഴുതാനും കഴിയുക. അതോടുകൂടി നിങ്ങൾക്ക് 20ൽ 20 മാർക്കായി.
ഉറപ്പിച്ചോളൂ, നിങ്ങൾക്ക് തദ്രീബ് തിലാവ 20 മാർക്കായി. പിന്നെ നിങ്ങൾ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അക്ഷരങ്ങളൊക്കെ ശരിയായ രീതിയിൽ, അതിൻ്റെ ശരിയായ രീതിയിൽ ഓതിയാലേ എന്താകുള്ളൂ, നിങ്ങൾക്ക് ഖുർആൻ ഓത്ത് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അതും കൂടി ശ്രദ്ധിച്ചാൽ പിന്നെ എന്താണ്, നിങ്ങളെ ഖുർആൻ പരീക്ഷ സെറ്റായി. അപ്പോൾ അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.